ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങി. ഗാസയിലെ പല പ്രദേശങ്ങളിലായി കഴിയുന്ന പതിനായിരക്കണക്കിന് ഗാസ നിവാസികൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഒപ്പിടൽ ചടങ്ങ് നാളെ ഈജിപ്തിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചടങ്ങിൽ പങ്കെടുക്കും. ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി 72 മണിക്കൂർ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഇസ്രായേൽ സമയം ഉച്ചയ്ക്ക് 12 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. 24 മണിക്കൂറിനുള്ളിൽ എല്ലാ ആക്രമണങ്ങളും നിർത്താനുള്ള കരാറിന് രാവിലെയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. അതുമുതൽ 72 മണിക്കൂറിനുള്ളിൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽക്കാരെയും തുടർന്ന് ഇസ്രായേൽ ജയിലിലുള്ള പാലസ്തീൻകാരെയും മോചിപ്പിക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. വെടിനിർത്തൽ നിരീക്ഷിക്കാൻ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള 200 സൈനികരെ ഗാസയിൽ നിയോഗിക്കും. ഗാസയിൽ നാളെ മുതൽ സഹായമെത്തിക്കാൻ UN-ന് ഇസ്രായേൽ അനുമതി നൽകി. 1.7 ടൺ സാധന സാമഗ്രികൾ വിതരണത്തിന് UN സജ്ജമാക്കി. ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങൽ പൂർത്തിയാക്കിയതായി US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോക്ക് പറഞ്ഞു. വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ശേഷിക്കുന്ന എല്ലാ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കുന്നതിനായി ഹമാസിനായി 72 മണിക്കൂർ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. 48 ബന്ദികൾ ഇപ്പോഴും ഗാസയിലുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു. അതിൽ 20 പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്നു. പ്രാദേശിക സമയം തിങ്കളാഴ്ച ഉച്ചയോടെ ഹമാസ് ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുമെന്ന് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഒപ്പിടൽ ചടങ്ങ് നാളെ ഈജിപ്തിൽ വെച്ച് നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. മുൻ US സ്റ്റേറ്റ് സെക്രട്ടറിമാരായ ഹിലരി ക്ലിന്റണും കൊണ്ടലിസ റൈസും മിഡിൽ ഈസ്റ്റ് സമാധാന കരാറിലെത്തുന്നതിൽ ട്രംപ് ഭരണകൂടം നേടി വിജയത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.